പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC 2025 10ാം ക്ലാസ് നിലവാരത്തിലും LGS നിലവാരത്തിലും +2 നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ഒക്കെ നടത്തിയിട്ടുള്ള ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അതായത് സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരൊറ്റ ക്ലാസ് ആണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരമാവധി ഈ ക്ലാസ്സിനെ പ്രയോജനപ്പെടുത്തിയിട്ട് വരാൻ പോകുന്ന എക്സാമിൽ ഒരു മാർക്ക് പോലും ഒഴിവാക്കാതെ എന്ത് ചെയ്യണം, മാർക്ക് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ സേഫ്റ്റി ആകുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇടയ്ക്കെടുത്ത് റിവിഷൻ ചെയ്യണം. ഇതുപോലെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. 2025 ഭരണഘടനയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട്. 2021 മുതൽ 25 വരെ നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുള്ള ഇഫ് ക്ലോസ്, ആർട്ടിക്കിൾ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയം, അതുപോലെ സിനോണിയം, ആന്റോണിയം ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയ മക്കളെ റാങ്ക് ASM റാങ്ക് അടിക്കാൻ എന്താണ് ഇതിലും ഭേദം. ഇനി വേറെ നിങ്ങൾക്ക് എന്താണ് വാരി വലിച്ച് അവിടെയും ഇവിടെയും കിടന്ന് പഠനം നടത്താതെ ഓർഡറായിട്ട് നല്ല രീതിയിൽ കൺസിസ്റ്റൻസ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. കാരണം നമ്മൾ PSCയുടെ മർമ്മം മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത് അല്ലെ. PSC എന്ത് ചെയ്തോ അത് തൊട്ടിട്ടാണ് ഇവിടെ പഠിച്ചു പോകുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രൈബറും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമന്റുമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്കുള്ള പ്രയോജനം. കാരണം ഇന്ന് ഇട്ടതിനേക്കാൾ എത്ര ഉപരി അടുത്തത് ഇടണം എന്നൊരു ചിന്തയായിരിക്കും നമുക്കുള്ളത്. അപ്പൊ അതിനുള്ള പ്രചോദനം നിങ്ങൾ തരണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രദ്ധിക്കുക കേട്ടോ, ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കുക. ബയോളജി വിഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നോക്കൂ. 5/2025. എന്താ ചോദ്യം നോക്കാം. ബയോളജി ആണേ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് അല്ലെ. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ഒന്ന് ശരിയായിട്ടുള്ള പ്രസ്താവന, ഒന്ന് ശരിയാകണം. ഇവിടെ 1ഉം 2ഉം ശരി തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ 2ഉം 3ഉം ശരി, 1 4 തെറ്റ്, 1 തെറ്റ് തന്നിരിക്കുന്നു. നോക്കൂ, ഇവിടെയും 1 തെറ്റ് തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ, ബിയും ഇനി നോക്കണ്ട, നമ്മള് സിയും നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എയും ഡിയും മാത്രമാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലെ. ക്ഷയം അതുപോലെ എലിപ്പനി എന്താണ് എലിപ്പനി ബാക്ടീരിയ രോഗങ്ങളാണ്. ശരിയാണ്, ക്ഷയവും എലിപ്പനിയും ബാക്ടീരിയ രോഗമാണ്. 1ഉം 2ഉം ശരിയാണ്. കണ്ടോ, 1ഉം 2ഉം ശരി. ഇനി നമ്മൾക്ക് 3ഉം 4ഉം വായിച്ചു നോക്കണ്ട. എക്സാം ഹാളിൽ പിന്നെ അത് വായിക്കാൻ നിൽക്കരുത്, കേൾക്കണ്ടോ. 3ഉം 4ഉം തെറ്റാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് ആണോ? ഡിഫ്തീരിയ ആണോ? മലമ്പനി പ്രോട്ടോസോവ അല്ലെ, എന്താണ്, വൈറസ് ആണോ? തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ അല്ല, ഇവിടെ വൈറസ് ആണ് അല്ലേ. പനികളെല്ലാം എന്താണ്, വൈറസ് ആണ്. അടുത്ത നോക്കൂ, ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണി അല്ലെ, ക്യൂണി കൾച്ചർ ഏതാണ്? മുയൽ വളർത്തലാണ് അല്ലെ. ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ ഏതാണ്? ഇതിൽ ആൻസർ തന്നിട്ടുള്ളത് ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ് കേട്ടോ. അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മള് കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ്, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ആൻസർ വന്നിട്ട് 2ഉം 3ഉമാണ് ശരി കേട്ടോ. 2ഉം 3ഉമാണ് ശരി. നോക്കാം. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. സിനാപ്സ് എവിടെയാണ്? പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നു. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു, 2 ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നു. ഓക്കെ ആണോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം അല്ലെ. ഏറ്റവും നമുക്ക് കെമിസ്ട്രിയിലൊക്കെ എന്താ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് അല്ലെ. കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യം എത്തി അല്ലെ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോ അല്ലെ. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് അടങ്ങിയതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. അൽനിക്കോയിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്.
അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബാക്കലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ തെർമോപ്ലാസ്റ്റിക് ആണ് ഏത്? ബാക്കലൈറ്റ് കേട്ടോ. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതാണ് ചോദ്യം. ഓക്കെ, അല്ലാത്തത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതാണ് ബാക്കലൈറ്റ്. അപ്പൊ തെർമോപ്ലാസ്റ്റിക് ആണ് ഏത്? ബാക്കലൈറ്റ് കേട്ടോ. പഠിച്ചു വെക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോണ്, മനസ്സിലായോ? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് അല്ലെ? തെർമോപ്ലാസ്റ്റിക്കും പഠിക്കാറുണ്ട് നമ്മള്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും നൈലോണും. പോളിത്തീൻ, പോ എന്നുള്ള രണ്ടെണ്ണം, പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ബേക്കലൈറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാണ് ആര്? ജെ തോംസൺ അല്ലെ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെയിംസ് ചാഡ്വിക് അല്ലെ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. LPGയിലെ മുഖ്യ ഘടകം LPG. മക്കളെ ഇതിനൊരു കോഡ് എങ്ങനെ നമ്മൾ പഠിക്കുക? LPG നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് ആണ് അല്ലെ? നമ്മുടെ വീട്ടിൽ ഏത് ഗ്യാസ് ആണ്? LPG ഗ്യാസ് ആണ് അല്ലെ? ആ LPG ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിക്കുക? എന്താണ്? നല്ല ബ്യൂട്ടി ആണ് എന്ന് പറയും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിലീഷൻ ആയിരുന്നു കേട്ടോ. ഇത് ഡിലീഷൻ ആണ്. പക്ഷെ ഞാൻ എന്താ കോഡ്, നമ്മൾ എന്താണ് ഈ പഠിപ്പിക്കുന്ന സമയത്ത് അതിനൊരു കോഡ് ഇട്ടിരിക്കുന്നത്, LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ. അത് എൻ്റെ വീട്ടിലെ LPG ഗ്യാസ് നല്ല ബ്യൂട്ടി ആണ് എന്ന് ചിന്തിക്കുക. പക്ഷേ ചിലപ്പോൾ സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ നരച്ച് പണ്ടാരം അടങ്ങിയിട്ടുള്ള ഒരു സിലിണ്ടർ ആയിരിക്കില്ല, വീട്ടിൽ വെക്കാൻ പറ്റാത്തൊരു നരച്ച സിലിണ്ടർ ആയിരിക്കും. അപ്പോൾ ഞാനൊക്കെ ഇവിടെ കുറ്റി വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈശ്വര നല്ല കുറ്റി എടുക്കണേ, കളറുള്ള നല്ല ചുവപ്പ് കളറുള്ള എടുക്കണേ. പക്ഷെ അവർ അന്ന് അത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് എന്താണ് മക്കളെ? പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ഏതാണ് ഇതിൽ വരിക? ഞാൻ ഓപ്ഷൻ വായിച്ചാൽ എന്താ പറയുക? കൺഫ്യൂഷൻ ആവും. അപ്പൊ ആൻസർ മാത്രം പറഞ്ഞാൽ മതി, അതുകൊണ്ടാണ് കേട്ടോ. പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം, ആക്സിലറേഷൻ അല്ലേ? പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ബലത്തിന്റെ യൂണിറ്റ് എന്താടാ? ബലത്തിന്റെ യൂണിറ്റ് ബലം ന്യൂട്ടൺ ആണ് അല്ലേ? ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് പറയടാ മക്കളെ, ത്വരണമാണ്. മക്കളെ ഇങ്ങനെ കേട്ടിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കരുത് കേട്ടോ. നിങ്ങൾ അവിടെ ഇങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾ വായും കൊണ്ട് എടുത്ത് പറയണം കേട്ടോ. അല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ പറയരുതേ. നിങ്ങൾ വായിൽ, ഞാനൊരു എത്ര പ്രാവശ്യം പറഞ്ഞു പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ത്വരണം, അതേപോലെ ഒപ്പം പറഞ്ഞു വാ. വായും കൊണ്ട് നിങ്ങൾ അവിടെ എടുത്ത് പറയേ, ത്വരണം എന്ന് പറയണം, പിന്നെ വർക്കില്ല. കേൾക്കണ്ടോ? ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാ? ഗതികോർജമാണ് അല്ലെ? സ്ഥാനം അല്ലെ? സ്ഥിരം ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെക്കുമ്പോഴാണ് സ്ഥിതികോർജം ഉണ്ടാകുന്നത് അല്ലെ? ആ വസ്തു ഇങ്ങനെ ചലിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഗതികോർജം അല്ലെ? ഗതികോർജം. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഏതാണ്? അറ്റോമിക് റിയാക്ടറുകളാണ് അല്ലേ? ഗ്രീൻ എനർജി എന്താണ്? പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഹരിതമായിട്ടുള്ളത് അല്ലേ? ഗ്രീൻ എനർജിയാണ്. സൗരോർജം അല്ലെ? നല്ലൊരു കാര്യമാണ്. കാറ്റിൽ നിന്നുള്ള ഊർജം നല്ലതാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ജലത്തിൽ നിന്നും ഉണ്ടാക്കുന്ന വൈദ്യുതി അല്ലെ? അതൊക്കെ എന്താണ്? ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ്. പക്ഷെ അറ്റോമിക് റിയാക്ടറുകളിൽ നിന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു രാസപരമായിട്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഗ്രീൻ എനർജിക്ക് ഉദാഹരണം പഠിച്ചു വെച്ചോ മക്കളെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. പഠിച്ചോ കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറെ ചോദിച്ചിട്ടുണ്ട്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോണാർ ആണ്. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ് കേട്ടോ. അൾട്രാസോണിക് ആണ് സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം എന്ന് പറയുന്നത്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സോണാർ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏത് എന്ന് ചോദിച്ചാൽ അത് അൾട്രാസോണിക് ആണ്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഒരു പെട്രോൾ കാറിൽ ചെയ്യണേ. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്തായിരിക്കും? ഒരു പെട്രോൾ കാർ മനസ്സിൽ കാണും.
എന്തായിരിക്കും? രാസോർജം ഗതികോർജമാകും അല്ലേ? രാസോർജം പെട്രോൾ കാറിൽ നടക്കുന്ന അവിടെ ബാറ്ററി അതിലുള്ള രാസോർജം എന്താകുന്നു? ഗതികോർജമാകുന്നു. ഗതികോർജം വരുമ്പോൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം. കാർ ചലിക്കും, ആ സമയത്ത് എന്തായിരുന്നു? ഗതികോർജം ഉണ്ടാകുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണം എന്തായിരിക്കും? നമ്മൾ എന്താ പറയാ? നമ്മൾ എങ്ങനെയാ പഠിക്കുക ഇതിന് കോഡ്? നമ്മൾ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് വെക്കുക? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു അല്ലേ? ഭൂമിക്കും സൂര്യനും ഇടയിൽ അല്ലേ? എർത്ത് പിന്നെ ഏതാ? സണ്ണ് അല്ലേ? ഇതിനിടയിൽ ആര് വരുന്നു? മൂൺ വരുന്നു. അപ്പൊ ഇവിടെ ആരായി? EMS ആയില്ലേ? നമ്മുടെ EMS നമ്പൂതിരിപ്പാട് 1ാം മന്ത്രിസഭയിലെ അല്ലേ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് ഒരു സൂര്യനെ പോലെ ആയിരുന്നു അല്ലേ? അദ്ദേഹം കത്തിജ്വലിക്കുന്ന ഒരു നേതാവായിരുന്നു അല്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കത്തിജ്വലിക്കുന്ന ഒരു നേതാവായിരുന്നു ആര്? EMS നമ്പൂതിരിപ്പാട് അല്ലേ? സൂര്യഗ്രഹണം. EMS ഒരു സൂര്യനെ പോലെ കത്തിജ്വലിച്ചു എന്ന് കണക്കേ EMS. അപ്പൊ എന്നിട്ട് എഴുതണം EMS എർത്ത് ഭൂമിക്കും ലെ സണ്ണിന് സൂര്യനും ഇടയിൽ ആര് വരുന്നു? M വരുന്നു, ചന്ദ്രൻ വരുന്നു. സൂര്യഗ്രഹണം കണക്ട് ചെയ്തോ? ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു അല്ലെ? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ്? ഇവിടെ ആൻസർ എന്ത് വരും? തന്നിരിക്കുന്ന ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ ഏതാണ്? ഇവിടെ സി ആണ് ആൻസർ. 2 മാത്രമാണ് തെറ്റ്. ഇത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഹൈഡ്രജനെ കുറിച്ച് 1ാമത്തെ പോയിന്റും 3ാമത്തെ പോയിന്റും പഠിച്ചു വെച്ചോ. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. പഠിച്ചു വെച്ചോ. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. H2O ലെ ഹൈഡ്രജൻ ലെ ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഇവിടെ ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നാണ് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്നില്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. 3 പോയിന്റ് ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു വെക്കണേ. അടുത്ത് നോക്കാം. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഐസോടോപ്പ്, ഐസോബാർ അല്ലേ? ഐസോമറൊക്കെ നമ്മൾ പഠിക്കുക. ഐസോടോൺ ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആൻസർ വരിക? ബി ആണ് കേട്ടോ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. പഠിച്ചു വെക്കണേ. ഐസോടോപ്പ് ഇതെങ്ങനെയെന്നറിയോ? ഒന്ന് ഞാൻ അതായത് പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്കും കെമിസ്ട്രി ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തികൾക്കും അതിന്റെ മാത്രമാണ് പറയുന്നത്. എക്സ്പേർട്ടുകൾ ഒരിക്കലും എന്താ അങ്ങനെയൊക്കെ പറയണെന്ന് പറയരുത് കേട്ടോ. കാരണം അവർക്കും അറിയണം. അതുകൊണ്ടാണ്. അപ്പോ ഐസോടോപ്പ്, ടോപ്പ് നമ്മൾ ഒരു ലേഡീസ് ടോപ്പ് ഇടാറില്ലേ? പിന്നെ ഐസോബാർ അല്ലേ? രണ്ടാമത്തേതാണ് ഐസോബാർ. ടോപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബാർ സോപ്പ് കൊണ്ട് എന്ത് ചെയ്യണം? തിരുമ്പണം അല്ലേ? പിന്നെ ഐസോടോൺ അല്ലേ? ഐസോടോൺ അല്ലടാ, ഐസോടോൺ ആണോ? ഐസോടോൺ എന്നാ എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തിടും? ഡ്രസ് ഇടും അല്ലേ? ടോപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? തിരുമ്പ അല്ലെ? ബാർ. അപ്പൊ ടോപ്പ് എന്താണ്? ഒരേ അറ്റോമിക നമ്പർ. ഒരേ അറ്റോമിക നമ്പർ ടോപ്പ്. ഓക്കെ. അപ്പൊ അടുത്തത് ബാർ സോപ്പ് വന്നു അല്ലെ? ഐസോബാർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? വ്യത്യസ്ത അറ്റോമിക നമ്പർ. ഓക്കെ. വ്യത്യസ്ത അറ്റോമിക് നമ്പർ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മാസ് നമ്പർ. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മാസ് നമ്പർ അല്ലെ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഇവിടെ വ്യത്യസ്ത അറ്റോമിക നമ്പറും ഒരേ മാസും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പഠിക്കാട്ടോ. ഫസ്റ്റ് ടോപ്പ് ഇടുക. ഐസോടോപ്പ്, ഒരേ അറ്റോമിക നമ്പർ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഒരേ അറ്റോമിക നമ്പർ ടോപ്പില്. ഐസോബാർ എന്താ? നമ്മൾ ടോപ്പൊക്കെ ഇട്ടിട്ട് വന്ന് തിരുമ്പും അല്ലേ? അയൺ ചെയ്യും ഇല്ലേ? അല്ല സോറി, വാഷ് ചെയ്യും ഇല്ലേ?
അപ്പൊ എന്താ അവിടെ ഐസോബാർ, അവിടെ എന്താണ് വ്യത്യസ്ത അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ മാത്രമേ ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് കൊടുത്തോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം മാസ് നമ്പർ. അറ്റോമിക സംഖ്യ 8 ആയ മൂലകം. അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? ഓക്സിജൻ അല്ലേ? അറ്റോമിക നമ്പർ 8 ആയ മൂലകം ഏതാണ്? ഓക്സിജൻ. എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത അല്ലെ? വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്തത. പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം അല്ലെ? നമ്മുടെ എന്താണ് അനിയന്ത്രിതമായ ഭക്ഷണ ഇതിലൂടെ വരുന്നതാണ് പ്രമേഹം അല്ലെ? ഒരുപാട് ഷുഗർ കയറ്റും, ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കയറ്റും അല്ലെ? വ്യായാമം ഉണ്ടാകില്ല, അങ്ങനെ അത് പ്രമേഹത്തിലേക്ക് പോകും. പിന്നെ ഫാറ്റ് അല്ലെ? കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ ഉണ്ടാകും, സ്ട്രോക്ക് വരും അല്ലെ? ഇതൊക്കെ എന്താണ്? നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. പക്ഷെ ഹീമോഫീലിയ അതല്ല കേട്ടോ. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ. നിശബ്ദ വസന്തം പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം അല്ലേ? എങ്ങനെ നമ്മൾ പറയുക? പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയും അല്ലേ? സൈലന്റ് വാലി ദേശീയ ഉദ്യാനം എന്ന് പറയും. ഇരവികുളം ദേശീയ ഉദ്യാനം പറയാം. നീലഗിരി ബയോസ്ഫിയർ റിസർവ് അല്ലെ? നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയും. ഓക്കെ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ ആണ് അല്ലേ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ. ഇനാമൽ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ പല്ലിലാണ് അല്ലേ? പല്ലിലാണ്. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്. HIV വൈറസ് പെരുകുന്നത് ഏതിലാണ്? നമ്മുടെ WBC RBC ഉണ്ട്, അതുപോലെ WBC ഉണ്ട് അല്ലേ? ഇത് അരുണ രക്താണുക്കളാണ് അല്ലേ? ഇത് അരുണ രക്താണുക്കളാണ്, ഇത് ശ്വേതരക്താണുക്കളാണ് അല്ലേ? അപ്പൊ ഈ ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഏത് ജനിതക സംവിധാനം? ഏത് ജനിതക സംവിധാനം? ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എന്ന ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എയ്ഡ്സിന് കാരണമായിട്ടുള്ള HIV വൈറസ് പെരുകുന്നത്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാ? കരളിൽ വെച്ചിട്ടാണ് അല്ലെ? കരളിലാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവൽ കൈപ്പിക്ക പറയും. നമ്മളെ ചിലയിടങ്ങളിൽ കൈപ്പിക്ക പറയും. പാവലിന്റെ ഇനം ഏതാണ്? പാവലിന്റെ ഇനം ഏതാണ്? പ്രിയങ്ക അല്ലെ? പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ച വർഷം? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. 2024 ഏതാ? ഒട്ടക വർഷം അല്ലെ? ഒട്ടക വർഷം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക. പൊതുജന ആരോഗ്യ പദ്ധതിയാണ് ഏത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഒരു വർഷം എത്ര രൂപയാണ് സർക്കാർ കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. എത്രയാണ് ഒരു വർഷം കൊടുക്കുന്നത്? 5 ലക്ഷം രൂപയാണ് കേട്ടോ. ഒരു വർഷം എത്രയാണ്? 5 ലക്ഷം രൂപയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത്. അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? ഇതിൽ കാരണം ക്വസ്റ്റ്യൻ വീണ്ടും ബയോളജിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ഇതിന്റെ ഇടയിൽ 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇരുന്നോട്ടെ, ഓക്കെ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ അത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞത് ഇട്ടതാണ് കേട്ടോ. ഏത് വരും മക്കളെ? മൊബൈൽ ഫോണിന് അടിമകളായിട്ടിരിക്കുക അവർക്ക്. പറയൂ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി. ചെയ്തു നോക്കണേ. അതേപോലെ മഹാകവി ജി ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഒക്കെ ചെയ്യാൻ കിട്ടുന്നുണ്ടോ? സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏത്? എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏത്? ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏത്? ഒന്ന് ചെയ്ത് നോക്ക. കിട്ടുന്നുണ്ടോ? പോസ് ചെയ്തിട്ട് മക്കൾ ചെയ്യണേ. ചെയ്ത് നോക്കിയോ നിങ്ങള്?
ഓക്കെ, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട് കേട്ടോ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം, ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എന്താകും? ഒവ്യൂള് വിത്താകുന്നു കേട്ടോ. ഒവ്യൂള് വിത്താകുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഒവ്യൂള് വിത്താകുന്നു. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം എന്താ? എക്സിറ്റു കൺസർവേഷൻ ഉണ്ട്, ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട് അല്ലെ. എക്സിറ്റു പറയുമ്പോൾ പുറത്ത് സംരക്ഷിച്ചിരിക്കുന്നതാണ്. ഇൻസിറ്റു എന്താ? അതിന്റെ ഒരു ഇത് കെട്ടിയിട്ട് അതിനകത്തേക്ക് തന്നെ എന്താണ് സംരക്ഷിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ എക്സിറ്റു കൺസർവേഷൻ പുറത്ത് എന്താ? ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെ. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം. ഗ്രന്ഥി കോശങ്ങളിൽ, ഈ ഗ്രാ വെച്ചിട്ട് തന്നെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ് അല്ലെ. ഗ്രന്ഥി കണ്ടോ, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. ഗോൾജി കോംപ്ലക്സ് ആണ്. തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ, ബ്ലഡിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാ? ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഏതാണ്? ഗ്ലോബുലിൻ. മറക്കല്ലേ. ബ്ലഡ് ഒന്ന് കൈയൊക്കെ ഒന്ന് നോക്ക്. ബ്ലഡ് ഒന്ന് ഒന്ന് നിവർത്തി നോക്കടാ മക്കളെ. ഒന്ന് നോക്കടാ, എന്റെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട്. ഇതിലൊരു പ്രോട്ടീൻ ഉണ്ട്, ഗ്ലോബുലിൻ. ഓക്കെ, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധം ഇല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാ? ലിപേസ് ആണ് കേട്ടോ. അപ്പോ ഇതൊക്കെ പഠിച്ചു വെക്കണേ, ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഇത് 3 ആൾക്കാരെയും പഠിച്ചു വെക്കണേ. മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമുള്ളതാണ് പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ. പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ. പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ മാംസ്യവുമായി ദഹനവുമായി ബന്ധമുള്ളതാണ്. തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ബി ആണ് കേട്ടോ മക്കളെ. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമുക്ക് ഒന്നാമത്തെ പഠിക്കണ്ടേ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. വാസോപ്രസിൻ ആണ് നമ്മുടെ ശരീരത്തില് ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. വാസോപ്രസിൻ ആണ്. എങ്ങനെ? വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ. വൃക്കകളില് ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ആണ് നമ്മുടെ ശരീരത്തില് ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. വേനൽക്കാലത്തില് വാസോപ്രസിന്റെ അളവ് കൂടുതൽ ആയിരിക്കും. ഓക്കെ, എന്താണ്? വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് നമ്മുടെ ശരീരത്ത് കൂടുതൽ ആണ്. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു, വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെയാണ് വാസോപ്രസിൻ എന്ത് ചെയ്യുന്നത്? ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും. മഴക്കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ വാസോപ്രസിന്റെ അളവ് നമ്മുടെ ശരീരത്ത് കുറവായിരിക്കും. കാരണം എന്താണ്? ഈർപ്പം ഉണ്ടാവും അല്ലെ. ഓൾറെഡി ഈർപ്പം നമ്മുടെ ശരീരത്തിൽ എന്താണ്? ചൂടുണ്ടാകുമോ? ഇല്ല. പിന്നെ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ജലത്തിന്റെ പുനരാകിരണ ശേഷി അല്ലെ, വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം കുറയും. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. നോക്കിയാലോ നമുക്ക്. ഇതില് തന്നിട്ടുള്ളതില് 2ഉം 3ഉം മാത്രമാണ് എന്ത് ചില പ്രവൃത്തി പോസിറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ കേട്ടോ. 2ഉം 3ഉം മാത്രം. നോക്കാം. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ഫലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഇത് എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങളാണ്. ഓക്കെ, ഇനി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന അല്ലേ എന്താണ്? ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അതൊരു നെഗറ്റീവ് ആണ് അല്ലേ. അതൊരു നെഗറ്റീവ് ആണ്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്താ? ഇത് പോസിറ്റീവ് ആണ്. പ്രയോഗിക്കുന്ന ബലമാണ് കേട്ടോ. ഇവിടെ ഇത് നാം പ്രയോഗിക്കുന്ന ബലം, ഇവിടെ ഭൂഗുരുത്വാകർഷണ ബലം. ഓക്കെ, ഇപ്പൊ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം? ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ആൻസർ ആണ്. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തിക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൻസർ ശരിയാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു കല്ലെടുത്തു, നമ്മൾ മുകളിലോട്ട് എറിയുന്നു.
എവിടേക്കാ എറിഞ്ഞത് നമ്മള്? മുകളിലോട്ടല്ലേ എറിഞ്ഞത്? കല്ല് എവിടേക്ക് പോകണം? മുകളിലോട്ടൊന്ന് പോകണ്ടേ? പക്ഷെ ഇവിടെ ഭൂഗുരുത്വാകർഷണ ബലം എന്താ ചെയ്യുന്നത്? ആകർഷണ ബലം ആ കല്ലിനെ താഴേക്ക് ആകർഷിക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മൾ എറിഞ്ഞത് മുകളിലേക്ക് പോകണം മറ്റു, പക്ഷെ ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്തു? അതിന് താഴേക്കാക്കി. അവിടെ ഒരു നെഗറ്റീവ് അല്ലേ സംഭവിച്ചത്? നമ്മൾ എറിഞ്ഞു മുകളിലേക്ക്, ഗുരുത്വാകർഷണ ബലം അതിന് താഴേക്കാക്കി. അതൊരു നെഗറ്റീവ് അല്ലേ? അങ്ങനെ പഠിച്ചാൽ മതി, അല്ലാണ്ട് കെമിസ്ട്രി പരമായിട്ടൊന്നും ഫിസിക്സ് പരമായിട്ടൊന്നും ഇവിടെ പഠിക്കണ്ട. ഓക്കെ, അത് നെഗറ്റീവായി. ഓക്കെ, തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ തേങ്ങ മേലേക്ക് പോയാൽ നമുക്ക് തേങ്ങ കിട്ടുമോ? കിട്ടില്ല, താഴേക്ക് വീഴണ്ടേ? അപ്പൊ ഗുരുത്വാകർഷണ ബലം അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ ചെയ്തത്? ആണ് അല്ലേ? ഗുരുത്വാകർഷണ ബലം ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? തേങ്ങ മേലേക്ക് പോയിട്ടുണ്ടാവും, നമുക്ക് തേങ്ങ കറി വെക്കാൻ തേങ്ങ കിട്ടുമോ? ഇല്ല, ഇല്ലേ? അപ്പൊ എന്താണ് അവിടെ ഗുരുത്വാകർഷണം ആള് പോസിറ്റീവായിട്ട് ചെയ്തു. പക്ഷെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ, നമ്മൾ ഒരു കല്ല് മുകളിലേക്ക് എറിയാണ്, അവിടെ നാം പ്രയോഗിക്കുന്ന ബലമാണ് അല്ലേ, അത് പോസിറ്റീവാണ്. ബലം ഇല്ലെങ്കിൽ കല്ല് മേലേക്ക് പോകൂടാ. കല്ലെടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് മേലേക്ക് എറിയണം മറ്റും എറിയണം, നമ്മുടെ കൈക്ക് ബലം ഇല്ല, കല്ല് മേലേക്ക് പോകില്ല. അപ്പൊ എന്ത് ചെയ്യും? പറ്റില്ല അല്ലേ? അപ്പൊ നമ്മുടെ കൈ നല്ല ബലത്തോട് കൂടിയിട്ട് അങ്ങോട്ട് എറിയുമ്പോഴോ കല്ല് അങ്ങോട്ട് മേലേക്ക് പോകില്ലേ? പക്ഷെ നമ്മൾ ചെയ്ത നമ്മുടെ കയ്യിൽ പ്രവർത്തി ബലം എന്താ? പോസിറ്റീവാണ് അല്ലേ? അതുകൊണ്ടല്ലേ മേലേക്ക് പോയത്. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു കോൺകേവ് ദർപ്പണത്തിൽ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും എന്നുള്ളതും കോൺവെക്സ് ദർപ്പണത്തിന്റെയും സമതല ദർപ്പണത്തിന്റെയും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഈ ദർപ്പണം ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? എന്താണ്? കോൺകേവ് ദർപ്പണത്തിൽ എപ്പോഴും പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതും ആയിരിക്കും. വസ്തുവിനേക്കാൾ വലുത് ആയിരിക്കും, മിഥ്യ ആയിരിക്കും, നിവർന്നത് ആയിരിക്കും. ഇത് പഠിച്ചു വെക്കണേ. ഇത് മൂന്നും കോൺകേവ് ദർപ്പണത്തിന്റെ പ്രത്യേകതയാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില എത്രയാണ്? താപനില കെൽവിൻ സ്കെയിലിൽ പ്രകാരം എത്രയായിരിക്കും? അതായത് ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം താപനില 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ അത് കെൽവിൻ സ്കെയില് എത്രയായിരിക്കും? 310 കെൽവിൻ ആയിരിക്കില്ലേ? 310 കെൽവിൻ ആണെങ്കിൽ ഫാരൻഹീറ്റ് 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം, ഒന്നാം ചലന സമവാക്യം, രണ്ടാം ചലന സമവാക്യം, മൂന്നാം ചലന സമവാക്യം, മൂന്നെണ്ണം ഉണ്ട് അല്ലേ? ഈ തന്നിട്ടുള്ളതിൽ ഒരു സമവാക്യം മാത്രമാണ് എന്താണ് ശരിയായിട്ടുള്ള സമവാക്യം. ഏതാണ്? ബി ആണ് കേട്ടോ. യു സ്ക്വയർ സമം ബി സ്ക്വയർ മൈനസ് 2as ട്ടോ. യു സ്ക്വയർ സമം ബി സ്ക്വയർ മൈനസ് 2as. പ്രത്യക്ഷ രക്ഷാ ദേവസഭ അതില് ഓക്കെ, കുമാരഗുരുദേവൻ അതവിടെ ഇരുന്നോട്ടെ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കും? സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ, ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ എന്തുണ്ടാകും? അത് വ്യക്തിയെ എങ്ങനെ ബാധിക്കും? എന്താണ്? ശരീരത്തിന്റെ തുലന നില പാലിക്കപ്പെടുന്നില്ല അല്ലെ? ശരീര തുലന നില പാലിക്കുന്നതിൽ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത് സെറിബെല്ലം ട്ടോ. ശരീര തുലന നില പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതെ കണ്ടോ, അതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താ? സെറിബ്രമാണ് അല്ലെ? ഇത് സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണത്തിന് സഹായിക്കുന്നതാണ് സെറിബ്രം. ഇവിടെ നിയന്ത്രണം ഇല്ലാതാകുന്നത് സെറിബ്രത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാകും. ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു അല്ലെ? എന്താ ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നത്? മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് തകരാറ് അല്ലെ? മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് തകരാറായ അല്ലെ? ഇതേപോലെ ഓർമ്മയ്ക്ക് അല്ലെ സെറിബ്രമാണ്. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ തന്നിട്ടുള്ളത് ശരിയായ ജോഡി ഏതാ? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ് കേട്ടോ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? അരിസ്റ്റോട്ടിൽ ആണ് അല്ലെ? സ്പീഷ്യസ് എന്ന പദമാണ് ജോൺറെ. ഇത് ഇവിടെ വരണം, ഇത് ഇവിടെ വരണം കേട്ടോ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്
കോൾ ലിനേയസ് അല്ലെ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കോൾ ലിനേയസ്. പഠിച്ചോളൂ മക്കളെ. ജൈവ വൈവിധ്യം എന്ന പദം വാൾട്ടർ ജി റോസൻ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. സ്പീഷ്യസ് എന്ന പദം ജോൺ ഡ്രെ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കോൾ ലിനേയസ്. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. അസ്ഥിയെ അസ്ഥി അസ്ഥി അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓസ്റ്റിയോളജി എന്ന് പറയും അല്ലെ. അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഓസ്റ്റി. അപ്പൊ അത് തന്നെ ആൻസർ വരണം. ഏതാ? പെരിയോസ്റ്റിയം. കണ്ടോ? ഓസ്റ്റി. കണ്ടോ? ഓസ്റ്റിയോളജി. അപ്പൊ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. അസ്ഥിയെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഇവിടെ ഓസ്റ്റി. കണ്ടോ? പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിൽ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. ഏത് ജീവകമാണ് കുടലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അതാണ് ചോദ്യം. എന്നാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഏതാണ്? കുടലിൽ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം. താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. കുടലിലെ ഭിത്തിയിൽ വെച്ച് എന്താണ് കുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം. ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം. തെങ്ങ് ഓലകള് മഞ്ഞളിച്ച് നിൽക്കണതാണ് അല്ലെ. ഏത് മൂലകത്തിന്റെ കുറവാണ്? മഞ്ഞ എന്ന് കാണുമ്പോ തന്നെ ഏത് വരും? സാധാരണ നമ്മള് നൈട്രജൻ ആണ് അല്ലെ മഞ്ഞ കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. പക്ഷെ ഇവിടെയും ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു. മഞ്ഞപ്പനി. പനികളെല്ലാം എന്താണ്? വൈറസ് ആണ്. പനികളെല്ലാം വൈറസ് ആണ്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കോളറ ഒരു ബാക്ടീരിയ രോഗമാണ് അല്ലെ. കോളറ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പൊ എന്ത് ചെയ്യും? ശരിയായിട്ടുള്ള ജോഡി മാത്രമാണ് കണ്ടെത്തുക. അപ്പൊ 1, 2 എന്നിവ ശരി എന്ന് പറഞ്ഞു. അപ്പൊ 1 തെറ്റാണ്, നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. കോളറ ബാക്ടീരിയ രോഗം 1 അത് ഡിലീഷൻ ചെയ്തു. എലിപ്പനി. എലിപ്പനി എന്താ? ബാക്ടീരിയ ആണ് അല്ലെ. ലെപ്റ്റോസ്പൈറ എന്ന ഒരു ബാക്ടീരിയ പകർത്തുന്ന രോഗമാണ് ഏത്? എലിപ്പനി. 2 ശരിയായ പ്രസ്താവന. ഇത് തെറ്റാണ് കേട്ടോ. ഇത് ശരിയാണ്. ഇനി സ്ക്രൈബ് ടൈപ്സ്. വിബ്രിയോ കോളറ തെറ്റാണ് അല്ലെ. വിബ്രിയോ കോളറ തെറ്റാണ്. കുരങ്ങുപനി. പനി ബാക്ടീരിയ രോഗമാണോ? അല്ല അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ 2 മാത്രമാണ്. എലിപ്പനി പരത്തുന്ന രോഗമാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടി ഏതാ? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ബി ആണ് അല്ലെ. 2 മാത്രമാണ്. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയിലെ നമ്മുടെ ശരീരം അരിവാൾ പോലെ വളഞ്ഞിരിക്കുന്നതിന് കാരണമായ രോഗമാണ് ഏത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് അല്ലെ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. SCRT ഇത് കിടക്കുന്നുണ്ട് പോയിന്റ് കേട്ടോ. ജനിതക രോഗങ്ങൾക്ക് വരുന്ന ഉദാഹരണമാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊന്ന് ആൻസർ ചെയ്യൂ. ന്യൂ SCRT 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ വരുന്ന ലെസണിലെ ക്ലാസ് ഏതാണ്? ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിരിക്കുന്നത്. ഈ ലെസൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ പോയിന്റ്, ഒരു വേർഡ് പോലും ഞാൻ ഇതിനകത്ത് മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിൽ അതിൽ കോഡ് ഇട്ടിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ പോയിട്ട് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉപകാരമാകും. കോൺസ്റ്റിറ്റ്യൂഷന്റെ 2 ലെസണ് ഇട്ടിട്ടുണ്ട്. വെരി ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്തിടെ വന്നിട്ടുള്ള ലെസണൊക്കെ എന്ത് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നോക്കൂ. ഏതാണ്? 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. ഉപരിതലം മുതൽ ഇതിപ്പോ ഒരു ഉപരിതലമാണ്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ, അപ്പൊ ഇതുവരെ ഇങ്ങനെ ഒരു 200 മീറ്റർ വരെ ആഴത്തിലുള്ളതാണ് യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. ഇനി 200 മീറ്ററിന് താഴെ 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ഏതാണ്? അത് ഡിസ്ഫോട്ടിക് മേഖലയാണ്. 1000 മീറ്ററിന് താഴെയാണ് എഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. അതായത് ഇത് ഇവിടെ വരണം, ഇത് ഇവിടെ വരണം കേട്ടോ.
ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ ഇവിടെ ആൻസർ 1 മാത്രമേ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇതാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? മെനിഞ്ചൈറ്റിസിനെതിരെ ഏതാണ്? നൈജീരിയ ആണ് കേട്ടോ. നൈജീരിയ. ഇത് ഡിലീഷൻ ആണ്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ബയോമധുരം അല്ലെ. പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ മധുരം ഉണ്ടാവും അല്ലെ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയം അല്ലെ. ഹൃദയമാണ്. ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഖരത്തിലൂടെയാണ് അല്ലെ. ഖരമാണ്. പ്രകാശം ആണ് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയും ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഖരത്തിലൂടെയുമാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രവൃത്തി യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ്. പ്രവൃത്തി. ബലത്തിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു, ന്യൂട്ടൺ ആണ് അല്ലെ. ന്യൂട്ടൺ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. പറയൂ. ഇതാണ് ഊർജമാണ് അല്ലെ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പ്രവൃത്തി അല്ലെ. ഊർജത്തിന്റെ യൂണിറ്റ് ആണ് പ്രവൃത്തി അല്ലെ. വർക്ക്, എനർജി. നമ്മൾ എന്താണ് വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എനർജി വേണം. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. വർക്ക് ചെയ്യാൻ, ഒരു പ്രവൃത്തി ചെയ്യാൻ എന്ത് വേണം? ഒരു എനർജി വേണം, ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏതു ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഒരു സ്റ്റോറേജ് ബാറ്ററിയിൽ ബാറ്ററി എന്താ? ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ രാസോർജ്ജമാണ് അല്ലെ. രാസഫലമാണ്. എന്താണ്? ഒരു രാസഫലമാണ് സ്റ്റോറേജ് ബാറ്ററി. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാണ് മക്കളെ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന? 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. എന്താ 3? ഗ്രീൻ ക്രോസ് സെന്റർ അല്ലെ. അത് നമുക്ക് തെറ്റി പഠിച്ചു വെക്കണ്ട. നോക്കാം. UNEP സ്ഥാപിതമായ വർഷം 1972 ആണ്. കറക്റ്റ് പ്രസ്താവനയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. UNEP സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1972. ഇനിയോ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971 ഇത് ഈ അടുത്ത് നടന്ന എക്സാമുകളിലൊക്കെ ഈ UNEP ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തെറ്റേതാണ്? ഇതാണ് കേട്ടോ. UNEP എപ്പോഴാണ്? 1972. ഗ്രീൻ പീസോ 1971. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന 1, 2, 3 ശരിയായ പ്രസ്താവനയാണ്. സാൽമൊണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? സാൽമൊണല്ലോ ടൈഫി ആണ്. ഓക്കെയാണോ? അപ്പൊ ഈ സാൽമൊണല്ലോ ടൈഫി ആണ് രോഗം പരത്തുന്നത് എങ്കിൽ അത് കാഠിന്യമേറിയിട്ട് നമ്മുടെ കുടലിലൊക്കെ എന്ത് ചെയ്യും? ദ്വാരങ്ങൾ സൃഷ്ടിക്കും. പ്ലാസ്മോഡിയം പരത്തുന്ന, അപ്പൊ മലേറിയ പകർത്തുന്ന രോഗകാരി ഏതാ? പ്ലാസ്മോഡിയം. പഠിച്ചു വെക്കണം. ഇത് വേറെയും ചോദ്യങ്ങൾ വരും. കേൾക്കുന്നുണ്ടോ? ടൈഫോയിഡ് പരത്തുന്നത് സാൽമൊണല്ല ടൈഫി, മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം. ഇത് എന്ത് ചെയ്യും? വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണവുമായിട്ട് കാണപ്പെടുന്നു. ഓക്കെ. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ. അപ്പൊ ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ആരാ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസയാണ്. പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അപ്പൊ PSCയുടെ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണെങ്കിലും പ്രോട്ടോസോവി ആണെങ്കിലും വൈറസ് ആണെങ്കിലും ഇവർക്ക് അറിയുന്നുണ്ടോ എന്നാണ് ചോദ്യം. അല്ലാണ്ട് അവന്റെ ലക്ഷണങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. കേൾക്കുന്നുണ്ടോ? അപ്പൊ ടൈഫോയിഡ് പരത്തുന്നതാണ് സാൽമണല്ലോ ടൈഫി, മലേറിയ പരത്തുന്നതാണ് പ്ലാസ്മോഡിയം, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പരത്തുന്നതാണ് ന്യൂമോണിയ. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ
ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നുവെന്ന് തെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ 6th എക്സ്റ്റിങ്ഷൻ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകം ആരുടേതാണ്? എലിസബത്ത് കോൾബർട്ട് കേട്ടോ, എലിസബത്ത് കോൾബർട്ട്. ഒരു നിശ്ചിത അളവില് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ഏതാണ്? കാർബൺ ക്രെഡിറ്റ് അല്ലെ, കാർബൺ ക്രെഡിറ്റ് ആണ്. ഒരു CO2 പോലുള്ള ഹരിതഗൃഹ വാതകം, CO2 എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റ് ഏതാണ്? കാർബൺ ക്രെഡിറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? തരംഗദൈർഘ്യം കുറവുള്ള പ്രകാശം ഏതാണ്? നീലയാണ് കേട്ടോ. ഏതാണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള? അതായത് നമ്മൾ ഇങ്ങനെ ഇത് പെട്ടെന്ന് നമുക്ക് എന്താണ് എക്സാം ഹാളിൽ നിന്ന് കിട്ടിയ നമ്മൾ വിബ്ജിയോർ എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ, വിബ്ജിയോർ എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം ഏതിന് എന്ന് ചോദിക്കും. കേട്ടോ, വിബ്ജിയോർ എന്ന് എഴുതിയിട്ട് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാ, കണക്ട് ചെയ്യാ കേട്ടോ. അടുത്തത്, മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒക്കെ അത് ഡിലീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. വല്ലാത്തൊരു കേരള PSC പാവങ്ങൾ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് സങ്കടം വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോയിട്ട് അല്ലെ, ആ മാർക്കുകൾക്ക് അങ്ങനെ ഒരു നിമിഷം അങ്ങോട്ട് കുറയുന്ന സമയത്ത് എത്രമാത്രം ലാബ് അസിസ്റ്റന്റിന്റെ ഒക്കെ എത്രമാത്രം ഡിലീഷൻ ആണ്. എന്തിനാ ഉദ്യോഗാർത്ഥികളോട് ഇങ്ങനെ ഒരു ചതിയെന്ന് അറിയുന്നില്ല. എന്താണ്, മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്ന് സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്, പക്ഷെ നമുക്ക് അറിയാം അല്ലെ, ഉയർന്ന മർദ്ദമായിരിക്കും അല്ലെ, അതിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്തോറും മർദ്ദം കൂടുന്ന സമയത്ത് അതിൽ നിന്ന് സംരക്ഷണം നേടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്യൂട്ടുകൾ ധരിക്കുന്നത്. ആൻസർ നമ്മൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ ആൻസർ ഡിലീഷൻ ചെയ്തു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ സ്ക്രീനിൽ ലഭിക്കുന്നില്ല, അപ്പൊ അത് മിഥ്യയാണ് അല്ലെ. മിഥ്യ എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെ. അപ്പൊ ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നു. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ഏജൻസിയുടെ? എന്തായാലും ISRO അല്ല എന്നറിയാം, നാസയുടേതാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈനക്കാരനെയാണ്. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? താപനില വർദ്ധിക്കുന്ന സമയത്ത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനില എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പൊ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തവും വർദ്ധിക്കുന്നു. ഓക്കെയാണോ? മർദ്ദം സ്ഥിരമായ, അതായത് ചാൾസ് നിയമം ഇവിടെ അല്ലെ, ചാൾസ് നിയമത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. താപനില, ചാൾസ് നിയമം. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു, ശരിയായ ജോഡികൾ ഏവ? പല്ലിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആൻസർ. 3ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, ആന്തരം പറയുമ്പോൾ ഏറ്റവും ഉള്ളിലുള്ള പല്ലിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഏത്? പൾപ്പ് ക്യാവിറ്റി. പിന്നെ 4 എന്താ? സിമന്റം അല്ലെ, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു യോജക കലയാണ്, യോജക കലയാണ് കേട്ടോ, ശ്രദ്ധിക്കണേ, യോജക കലയാണ് സിമന്റം. നമ്മുടെ ഓരോ പല്ലിനെയും ആ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? സിമന്റം. അപ്പൊ നമ്മൾ എന്തെങ്കിലും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ സിമന്റ് വേണ്ടേ? അങ്ങനെ ആലോചിച്ചാൽ മതി. പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? സിമന്റമാണ്. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. ഓക്കെയാണോ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. അത് തിരിച്ചും മറിച്ചും ഇട്ട് തന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ 4 നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തിക്കുന്ന യോജക കലയാണ് സിമന്റം.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ജീവകം ഇ ല്ലേ? ഏതാണ്? ജീവകം ഇ ആണ്. വന്ധ്യത എന്നൊക്കെ പറയില്ലേ? ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂടുതൽ പെടാത്തത് ഏതാണ്? ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പ്രകാശവർഷം. ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് മീറ്റർ. ആണോ? അപ്പൊ ഏതായിരിക്കും? സെക്കൻഡ് ആണ് അല്ലെ? ഇത് സമയം അളക്കാനാണ് അല്ലെ? ഓക്കെ, അപ്പൊ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് മീറ്റർ, പ്രകാശവർഷം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പൊ കൂടുതൽ പെടാത്തത് സെക്കൻഡ്. ഒരു കോൺകേവ് ദർപ്പണത്തിൽ മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ, അതായത് ഒരു കോൺകേവ് ദർപ്പണം വെച്ചിട്ടുണ്ട്, അതിന് മുമ്പില് ഒരു 10 സെന്റിമീറ്റർ അകലെ ആയിട്ട് പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ എന്താണ്? ഇവിടെ എന്താണ്? ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ഇവിടെ ദർപ്പണം വെച്ചിട്ടുണ്ട്, ഇതിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെയായിട്ട് എന്ത് ചെയ്യും? അതിന്റെ പ്രതിബിംബം അനുഭവപ്പെടുന്നു എങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? എത്രയാ? -8 സെന്റിമീറ്റർ ആണ് കേട്ടോ. -8 സെന്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഏത് നഗരത്തിലാണ്? മുംബൈ. എന്താണ്? മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം? ഇറ്റലി. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഇറ്റലിയാണ്. കുമ്മായം അടിച്ച ചുവരില് ഒരു തിളക്കം കാണപ്പെടുന്നത് എന്തു രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായം അടിച്ചതില് ചുണ്ണാമ്പ് കുമ്മായം അല്ലേ? കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് എന്നാണ് ഇവിടെ ചോദ്യം. മനസ്സിലായോ? കുമ്മായം അടിച്ച ചുവരിൽ തിളക്കം കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് ചോദിച്ചിട്ടുണ്ട്? കാൽസ്യം കാർബണേറ്റ്. അതേപോലെ നോക്കൂ, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്താൽ എന്ത് സംഭവിക്കും? FeCl3H2 ഉണ്ടാകുന്നു. FeCl3H2 ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? SPDF എന്ന് പറയില്ലേ നമ്മൾ? SPDF എത്രയാണ്? 10 അല്ലേ? എത്രയാണ്? 10. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? 10. ഡാഷ് ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഇൽമനൈറ്റിന്റെ കൂടെ നമ്മളൊരു കാര്യം പറയും. ഏതാ? തോറിയം പറയും. ഇൽമനൈറ്റ് അല്ലെ? എന്താണ്? നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്ന നല്ല ഇൽമനൈറ്റ്, തോറിയത്തിന്റെ ഒക്കെ കുറച്ച് സാധ്യതകൾ ഉള്ളത് നമ്മൾ പഠിക്കാറുണ്ട്. ഇവിടെ ഇതാണ് കേട്ടോ. ആൻസർ ബി ആണ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന്, അക്വേറിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് വരും? ബോയിൽ നിയമം അല്ലേ? അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചിട്ടാണ്? ബോയിൽ നിയമം. അക്വേറിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോയിൽ നിയമമാണ്. അതുപോലെ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയർന്ന വായു കുമിളകളുടെ വലിപ്പം കുറവാകുമോ അതോ വർദ്ധിക്കുമോ? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം എപ്പോഴും എന്തായിരിക്കും? വർദ്ധിച്ചിട്ട് വരികയായിട്ടോ. കുമിളകളുടെ വലിപ്പം വർദ്ധിച്ചിട്ടായിരിക്കും മേലോട്ട് വരുന്തോറും ഉണ്ടാകുക. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഓക്കെ, കാക്കനാടാണ് കേട്ടോ. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? എത്രയാണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതും ജെ തോംസൺ ആണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം
ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സദിശ അളവ് കണ്ടെത്തുക. സദിശ അളവ്. സദിശ അളവിന് ഉദാഹരണം ഏതാണ്? പ്രവേഗമാണ് കേട്ടോ. പ്രവേഗമാണ്. അപ്പൊ ദൂരം, വേഗം, സമയം ഇതൊക്കെ എന്താണ്? ഒരു അദിശ അളവിന് സദിശ അളവിന് ഉദാഹരണമാണ്. ദൂരം, വേഗം, സമയം. സദിശ അളവിനാണ് പ്രവേഗം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. നമ്മൾ പറഞ്ഞു പ്രവേഗം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? മഞ്ഞ നിറത്തിനാണ് ടാർട്രസിൻ അല്ലെ. ചുവപ്പ് നിറത്തിനാണ് എറിത്രോസിൻ. നീല നിറത്തിനാണ് ഇൻഡിഗോ. നീല നിറമാണ് ഇൻഡിഗോ. വാനിലേതാ? പച്ച അല്ലെ. ടാർട്രസിൻ മഞ്ഞ നിറം നൽകാനാണ്. എറിത്രോസിൻ ചുവപ്പ് നിറം നൽകാനാണ്. ഇൻഡിഗോ കാർമൈൻ നീലയ്ക്കാണ്. വാനിലിൻ പച്ച അല്ലെ, ഒരു സുഗന്ധം നൽകാൻ അല്ലെ. ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ. സിങ്ക് അല്ലെ. സിങ്ക് ആണ്. അലുമിനിയത്തിന്റെ അയിര് ഏതാ? ബോക്സൈറ്റ് അല്ലെ. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. മാഗ്നറ്റൈറ്റ്. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? K. പൊട്ടാസ്യം ആണോ? ആണ് അല്ലെ. പൊട്ടാസ്യം ആണ്. N ആണ് സോഡിയം അല്ലെ. N ആണ് സോഡിയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റത്തിന് ഉദാഹരണം ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ്. നമ്മുടെ ഇരുമ്പുണ്ടല്ലോ, അത് തുരുമ്പിക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് പരിഗണിക്കുന്നത്? ആസിഡ് സ്വഭാവം പരിഗണിക്കുന്നത് എപ്പോഴും ഏതായിരിക്കും? 0 to 7 അല്ലെ. 7ന് താഴെ വരുന്നതെല്ലാം എന്താണ്? ആസിഡ് സ്വഭാവമുള്ളതാണ്. 7ന് മുകളിലാണെങ്കിലോ ആൽക്കലി സ്വഭാവമാണ്. ആൻസർ എ. 3 ദൗത്യങ്ങളിലായിട്ട് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. ആര്? സുനിത വില്യംസ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? 675 ദിവസം ബഹിരാകാശത്ത് സഞ്ചാരി ആരാ? പെഗ്ഗി വിറ്റ്സൺ അല്ലെ. പെഗ്ഗി വിറ്റ്സൺ. ഒരു ചരടിന്റെ അറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം. നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ ഇങ്ങനെ വന്നിരിക്കാൻ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ എല്ലാ നിലവാരത്തിലും ക്വസ്റ്റ്യൻ അതിൽ ഇട്ടിട്ടുണ്ട്. ഒരു ചരടിന്റെ ആറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ഒരു ചരടിന്റെ ആറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗമാണ് VE എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരം ഉള്ളതുമായ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? 2V. ഇതാണ് ആൻസർ കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷത അല്ലാത്തത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷത അല്ലാത്തത് ബി ആണ് കേട്ടോ. അപ്പൊ ഞാൻ അത് വായിക്കുന്നില്ല മക്കളെ. അപ്പൊ ഒരു കാര്യം ചെയ്യണം. ഇതൊക്കെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ എന്താണ്? ഗുണങ്ങളാണ്, സവിശേഷതകളാണ്. ഒന്ന് നോക്കിക്കോ. ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം എങ്ങനെയാണ്? ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയ ഇടവേളയില്ല. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികിരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികം ആണ്. ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രെഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിന്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തി ഉണ്ട്. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ ദൗത്യത്തിൽ 100 ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് ഏതാണ്? NVS-02 ആണ്. 100ാമത്തെ ദൗത്യമാണ്. ISROയുടെ 100ാമത്തെ ദൗത്യമാണ് NVS-02. NVS-02 2025 ജനുവരി മാസം 29 വിക്ഷേപണ വാഹനം GSLV F-15.
ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഏതാണ്? അത് നമുക്കറിയാം, ഹീലിയം ആണ് അല്ലെ? സൂര്യനില് ഹീലിയം. ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം. ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ. ബേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്ത് വരണം? ബൈ എന്നുള്ളത് വരണം കേട്ടോ. ബ എന്നുള്ളത് കൊണ്ട് തന്നെ ബേക്കിംഗ് സോഡയില് എന്ത് വരണം? സോഡിയം ബൈ കാർബണേറ്റും. സോഡിയം ഇവിടെ ബൈ വേണ്ട കേട്ടോ മക്കളെ. വാഷിംഗ് സോഡയിൽ എന്ത് വേണ്ട? ബൈ വേണ്ട കേട്ടോ. ഇവിടെ ബ ഉള്ളത് കൊണ്ട് ഇവിടേക്ക് ബ കൊടുക്കണേ. ഇതിൽ വാഷിംഗ് സോഡയിൽ ബ ഇല്ലാത്തതുകൊണ്ട് വേണ്ട കേട്ടോ. സോഡിയം കാർബണേറ്റുമാണ്. സോഡിയം ബൈ കാർബണേറ്റും സോഡിയം കാർബണേറ്റും. താഴെ പറഞ്ഞവയിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്തത്, ഇരുമ്പിന്റെ അയിരല്ലാത്തത് ഏതാ? ഹെമറ്റൈറ്റ്. നമുക്കറിയാം ഏതാണ്? ഇരുമ്പിന്റെ ധാതുവാണ്. മാഗ്നറ്റൈറ്റ്. പിന്നെ സിഡറൈറ്റോ? ഏതാ? സിഡറൈറ്റ് അല്ലെ? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. ഇതാണ് ഇരുമ്പിന്റെ അയിരാണ്. അപ്പൊ ഇതില് മലച്ചൈറ്റ് അല്ല കേട്ടോ. തന്നിട്ടുണ്ട്. ഈ കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്ര എന്നാണ് ചോദ്യം. കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ +3 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? CO2 ആണ് കേട്ടോ. CO2. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏത് കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2023 രസതന്ത്ര നോബൽ ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. ക്വാണ്ടം ഡോട്ട്സ്. പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം? ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം ഓൺലി 3 ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2 ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് പ്രധാനമായിട്ട് കാരണമാകുന്നത് CO2 ആണ്. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? കൊളാജൻ നമ്മുടെ ത്വക്കിലും അസ്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ട കലകൾക്കും ഒക്കെ ഒരു പ്രോട്ടീൻ ആയിട്ട് കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് കേട്ടോ. വിറ്റാമിൻ സി ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്? വൈറസ് മൂലം ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ഏതാണ്? ഓൺലി 2 മാത്രമാണ് അല്ലെ. ട്യൂബർകുലോസിസ് അല്ലെ. വൈറസ് മൂലം ഉണ്ടാകാത്തത് എന്നാണ് ചോദ്യം അല്ലെ. മൂലം ഉണ്ടാകാത്തത് ട്യൂബർകുലോസിസ് മാത്രമാണ്. ഓൺലി 2. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഇവിടെ പ്രാഥമിക കാരണം എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിന്റെ പ്രാഥമിക കാരണം എന്താണ്? ഇതാണ് പുകവലിയാണ്. കേരളത്തിൽ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം. അമ്മ മനസ്സ്. പ്രസവാനന്തരം ആ അമ്മയ്ക്കുണ്ടാകുന്ന വിഷാദം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടേറിയറ്റ് അത് ഇടയിൽ കയറി വന്ന ക്വസ്റ്റൻ ആണ്. വിക്രം മിശ്രയാണ്. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. ക്വസ്റ്റ്യൻ കയറി വന്നത് മക്കളെ ക്ഷമിക്കണേ, പ്രചോദനം പദ്ധതിയാണ് കേട്ടോ. പ്രചോദനം. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ്. 2023 ചോദ്യമാണ് വന്നിരിക്കുന്നത്. എന്താണ് ക്യൂണി കൾച്ചർ? ക്യൂണി മുയൽ വളർത്തൽ അല്ലെ. നേരത്തെ ക്വസ്റ്റ്യൻ വന്നത് നമ്മൾ പഠിച്ചതാണ്. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? റോബർട്ട് ബ്രൗൺ എന്താണ്? റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തിയത് അല്ലെ. ന്യൂക്ലിയസ് അല്ലെ. കോശകേന്ദ്രം ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാൻ ആണ് അല്ലെ. തിയോഡർ ഷാൻ. വിഭജിക്കുന്ന കോശങ്ങളെ കണ്ടെത്തി അല്ലെ. അതുപോലെ എന്താണ് ജീവനുള്ള കോശ ശരീരത്തിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അങ്ങനെ പല ക്വസ്റ്റ്യൻസ് എന്തുണ്ട് ഈ ഒരു ലെസണിൽ കിടക്കേണ്ട. ആ ലെസണൊക്കെ നന്നായിട്ട് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാ? MJ ഷ്ലീഡൻ ആണ് അല്ലെ. ആരാണ്? MJ ഷ്ലീഡൻ ആണ്.
മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാവുന്നത് ഒരു ചോദ്യം ഏതാണ് നോക്കണം കേട്ടോ. അതുപോലെ മെലനോമ 14 ജീനിലെ തകരാറ് മൂലം. ഇത് ശരിയായ പ്രസ്താവന ഏതാന്ന് നോക്കിയിട്ട് പറയണേ. ഒന്ന് ശരിയും 2 തെറ്റുമാണ് അല്ലെ. 2 തെറ്റാണ്. ഇത് തെറ്റാണ് കേട്ടോ. 11 ജീനിലെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ നമ്മൾ പറയാം അരിവാള് രോഗമാണ്. അരിവാളിന്റെ പിടി അങ്ങനെയല്ലേ പിടിക്കുക. എന്നിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഈ അരിവാള് ഇത് പുതിയ 2025 അരിവാളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഇതൊരു അരിവാള്, ഇതൊരു അരിവാള് അല്ലെ. അപ്പൊ ഇവിടെ എന്താ ഒന്ന് കണ്ടോ 11 എന്താണ് സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗം. 14 ജീൻ തകരാറ് മൂലമാണ് അൽഷിമേഴ്സ് 14 തോന്നുന്നു കേട്ടോ. എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയാനേ. തെറ്റുണ്ടെങ്കിൽ മക്കളെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ, പോകാലിടരുത് കേട്ടോ. 14 അൽഷിമേഴ്സ് ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ, മെലനോമയല്ല കേട്ടോ. അപ്പൊ 1 ശരി 2 തെറ്റ്. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭമാണ്. അടുത്തത് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഓരോ മനുഷ്യനിലും സഞ്ചരിക്കണമെങ്കിലും ചലിക്കണമെങ്കിലും പേശി വ്യവസ്ഥയും വേണം, അസ്ഥി വ്യവസ്ഥയും വേണം. ഓക്കെ, ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങളും സ്രോതസ്സുകളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡി കരിമ്പിൽ നിന്നാണ് സുക്രോസ് അല്ലെ. കരിമ്പിൽ നിന്നാണ് സുക്രോസ്. അപ്പൊ സുക്രോസിൽ നിന്നാ കരിമ്പിൽ നിന്നാണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ 1 എന്താണ് ശരിയാണ്. അപ്പൊ ഇവിടെ 1 തെറ്റെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ഡിലീഷൻ ചെയ്തു. 1 ശരിയായ പ്രസ്താവന വരണം. ഓക്കെ, നോക്കാം. ഇത് തെറ്റാണ് അല്ലെ. ഇവിടെ 1 ശരിയെന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. അടുത്തത് ഏതാ? ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പയറുവർഗ്ഗങ്ങളിലാണ് മാംസ്യങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സുക്രോസ് കരിമ്പിൽ നിന്നും, മാംസ്യം പയറുവർഗ്ഗങ്ങളിൽ നിന്നും. കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായിട്ട് പൊരുത്തപ്പെടുക. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി തന്നിട്ടുണ്ട്. ആ ഗുണഭോക്തൃ ആർക്കാണ് അതില് ലഭിക്കുക എന്നതാണ് ഗുണഭോക്തൃ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതില് ചോദ്യം എന്താ? ഗ്രൂപ്പുകളുമായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ എ ആണ്. കാരുണ്യ ആരോഗ്യ പദ്ധതി ഗുരുതര രോഗബാധിതർക്ക് ഉള്ളതാണ് കേട്ടോ. ഗുരുതര രോഗബാധിതർക്ക് ഉള്ളതാണ്. പ്രവാസി ക്ഷേമനിധി അതറിയാം. പ്രവാസി കേരളീയർ 2 എ വരണം. സുഖമാണ് ആൻസർ അല്ലേ. കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം വേറെ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പ്രവാസികൾക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിദേശത്തുള്ളവരാണ്. അവർക്കാണ് പ്രവാസി കേരളീയർ NRK അല്ലേ. അപ്പൊ 2 എ വരുന്ന ഓപ്ഷൻ മാത്രം എടുത്താൽ മതി. കണ്ടോ അവിടെ 2 സി ആണ് തെറ്റ്. കണ്ടോ 2 എ. മനസ്സിലായോ? വേഗം എത്താം. കാരണം ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യാം? മാത്സ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കിസാൻ അഭിമാൻ പദ്ധതി. കിസാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കർഷകർക്കാണല്ലോ അറിയാം. ചെറുകിട നാമമാത്ര കർഷകർക്കാണ്. കേരള കർഷക തൊഴിലാളി പെൻഷൻ ആർക്കാ കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നത്? വയോധികവരായിട്ടുള്ള കർഷക തൊഴിലാളികൾക്കാണ്. ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദം ആക്കുക. ആർദ്രം മിഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്നതാണ് ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം. ബോറടിക്കണ്ട. ക്ലാസ് ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. എന്താണെന്ന് അറിയില്ല. ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കണ്ടോ, ഓർക്കുന്നുണ്ടോ, അതോ വീഡിയോ മതിയാക്കിയിട്ട് പോയോ എന്നൊന്നും എനിക്ക് അറിയില്ല. പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ല മാർക്ക് കിട്ടുക. സയൻസ് ആണ്, നമുക്കറിയാം. ഒരു ലെവലിൽ ഇരുന്നാൽ തന്നെ അത് മാർക്ക് കിട്ടുള്ളൂ അല്ലെ. ആഗോള താപന സാധ്യത ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഡിഗ്രി ലെവൽ ചോദ്യമാണ് മക്കളെ. 1, 4, 5 ശരിയാണ് കേട്ടോ. 1, 4, 5 ശരിയാണ്. 1 കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. പിന്നെ അടുത്തത് ഇതാണ് 4 ആണ്. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. 5 ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും
ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗുകൾ തിരിച്ചറിയുക. IUPAC കെമിസ്ട്രിയിലെ എന്ത് ചെയ്തിട്ടുണ്ട്? മികച്ച ഒരു 10 സാങ്കേതിക വിദ്യകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ശരിയായ ഏതൊക്കെയാണ്? അതിൽ നിന്നൊക്കെ വരുന്നത് ഏതാണ് ചോദ്യം? ഏതാണ്? A ആണ് കേട്ടോ. ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമേഴ്സ്, എംഎക്സിൻസ്, ട്രൈപ്പോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അല്ലെ, നമുക്കറിയാം 118 വരെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഓഗനസൺ നമുക്കറിയാം 118ാമത്തെ മൂലകമാണ് ഓഗനസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് വരും? ലിവർമോറിയം വരില്ല അല്ലെ. ലിവർമോറിയം നമ്മൾ കേട്ടിട്ടില്ല. മോസ്കോവിയം, ടെന്നസിൻ, ഓഗനസൺ ഇതൊക്കെ എന്താണ്? പുതിയതായിട്ട് ചേർക്കപ്പെട്ട മൂലകങ്ങളാണ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളിയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം അക്വേറിയം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ബോയിൽ നിയമം. നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ pH എന്ത് സംഭവിക്കും? 7നേക്കാൾ താഴെയാണ് ആസിഡ് സ്വഭാവം ഉള്ളത് അല്ലെ. 7നേക്കാൾ കുറയുന്നു. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കർ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് ചെയ്തത്? പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് ചെയ്തത് IUCN ആണ് കേട്ടോ. പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് IUCN ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. എയും ബിയും ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ഓക്കെ, അത് എക്സ്ട്രാ അതിൽ വന്ന പോയിന്റ് ആണ് മക്കളെ. ഒരു ഒരു എക്സ്ട്രാ തിട്ടൊന്നും വിചാരിച്ചാൽ മതി കേട്ടോ. കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. അടുത്ത നോക്കൂ. ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മള് ശ്വാസനാളത്തിലേക്ക് പ്രവേശിച്ചാൽ എന്താവും? അവിടെ പോകില്ല, അപ്പൊ തന്നെ കാറ്റ് പോകും. അപ്പൊ അത് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ് കേട്ടോ. എപ്പിഗ്ലോട്ടിസ് പുതിന പറയില്ലേ, നേരത്തെ ഒരു ബയോളജിയിലെ ചാപ്റ്റർ പറഞ്ഞില്ലേ, അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നുണ്ടോ? ഏതാണ്? ഹീമോഫീലിയ ആണ് അല്ലെ. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഒക്കെ എന്താണ്? ഹീമോഫീലിയ ആണ്. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ്? ഫൈലേറിയൻ വിരയാണ് അല്ലെ. ഫൈലേറിയൻ വിരയാണ് എന്ത്? മന്ത് പകരുന്നത് എന്താണ്? ഫൈലേറിയൻ വിരകളാണ്. HIV അല്ലെ. HIV നമുക്കറിയാം എന്താണ്? എയ്ഡ്സ് ആണ് അല്ലെ. മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് അല്ലെ. ക്ഷയം അല്ലെ. ലെപ്റ്റോസ്പൈറ അല്ലെ. കുഷ്ഠം. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ. ബർണിഹാട്ട് എവിടെയാണ്? മേഘാലയ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഏതാണ്? ശ്യാനബലമാണ് കേട്ടോ. ശ്യാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് വേഗതയാണ്. വേഗത. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. 1, 3, 4 എന്നിവ ശരിയായ പ്രസ്താവനയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു അല്ലെ ബഹിരാകാശ ദിനമായിട്ട്. എന്തുകൊണ്ടാണ്? ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ അല്ലെ എത്തിച്ചേർന്നത് ഓഗസ്റ്റ് 23 അതുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നത്. 3ാമത്തെ പ്രസ്താവന. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണ. ഇവിടെ ആൻസർ ഉണ്ട് കേട്ടോ. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയതാണ്. അടുത്തത് 4ാമത്തെയാണ്.
അല്ല, അഞ്ചാമത്തെ പ്രസ്താവന അല്ലെ, ഇത് തെറ്റാണ്. 5, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F(g)(m1)(m2) ഡിവൈഡഡ് ബൈ r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G ആൻഡ് R എന്നിവ യഥാക്രമം എന്താണ്? ജിയും ആറും എന്താണ്? A ആണ്. ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എത്രയാ? 6.674 × 10⁻11 m3 ലെ കിലോഗ്രാം -1 s-2 ലെ ആൻഡ് പിണ്ഡ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് G ആൻഡ് R. ഓക്കെ, കയറി വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വകുപ്പ് ഇവിടെ 67 ആണ് കേട്ടോ. ഇലക്ട്രോണിക് രൂപത്തിൽ സംപ്രേഷണം ചെയ്യുക ശിക്ഷ. IT ആക്ടിലെ വകുപ്പ് ചോദിച്ചിട്ടുണ്ട്. അച്ചിയിൽ ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക. IT വിഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ കയറി വന്നാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനാണ് അതിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മുകളിൽ പറഞ്ഞത് എല്ലാം ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അല്ലെ. മോൺട്രിയൽ, നമ്മൾ മോൺട്രിയൽ അല്ലെ, മോൺ എന്നല്ലേ പറയാ. അപ്പൊ ഓസോൺ കണ്ടോ, ഓസോൺ. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് 1ഉം 2ഉം ശരിയാണ്. 1987 ഒപ്പിട്ടത്. 1ഉം 2ഉം 3ഉം ശരിയായ പ്രസ്താവനകൾ ആണ്. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. ശരി ഉത്തരം കണ്ടെത്തുക. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവ് ഏതിനാണ്? മീഥേൻ വാതകത്തിനാണ്. ഏതൊക്കെ വാതകങ്ങളെക്കാളും ആണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഡിലീഷൻ. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ ഉള്ളിൽ തന്നെ അല്ലെ, പുറത്ത് സംരക്ഷിക്കാതെ ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. അതിനുള്ള രീതികളാണ് 3ഉം 4ഉം മാത്രം ട്ടോ. നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. പിന്നെ അതാ 4 നാഷണൽ പാർക്കുകളും സെഞ്ചുറികളും, ബേർഡ് സാങ്ച്വറീസുകളിലെ. അടുത്തത് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് 2 മാത്രമാണ് കേട്ടോ. പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? 1ഉം 2ഉം. ഫോസ്ഫറസും നൈട്രജനും ട്ടോ. ഫോസ്ഫറസും നൈട്രജനും കൂടുമ്പോഴാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. എന്താണ് പിനങ്ക സബ്ടെറേനിയ അല്ലെ? ഇത് ഈന്തപ്പന തന്നെയാണ്. ഓക്കെ, എന്നിട്ടും ആ ക്വസ്റ്റ്യൻ അവര് ഡിലീഷൻ ചെയ്തു. പിന്നെ എന്തിനാ അവര് ഈ ക്വസ്റ്റ്യൻ ഇട്ടത് എന്ന് തന്നെ അറിയില്ല. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന കണ്ടോ, ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കയ്യിൽ നോക്ക്, രക്തം നോക്ക് മക്കളെ, അതിൽ പ്രോട്ടീൻ ഏതാണെന്നൊക്കെ പഠിച്ചില്ലേ ഇപ്പോ? ഏതാണ്? ഗ്ലോബുലിൻ ആണ് അല്ലെ, ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? മീസിൽസ് അല്ലെ. മീസിൽസ് എന്താ? 5ാം പനി. പനി എല്ലാം എന്താണ്? വൈറസ് ആണ് അല്ലെ, വൈറസ് ആണ്. അപ്പൊ ബാക്ടീരിയ രോഗങ്ങളാണ് ക്ഷയരോഗം, ആന്ത്രാക്സ്, ഡിഫ്തീരിയ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഇപ്പൊ ഒരു പദ്ധതി നമ്മൾ പഠിച്ചോളൂ. ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളിലെ എന്താണ്? ഏതാണ്? ആർദ്രം അല്ലെ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെ, കണരോഗമാണ്. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശങ്ങളിലാണ്. ധ്രുവപ്രദേശങ്ങളിലാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലോഹം. അതിന്റെ ശരിയായ സെറ്റ്. മനുഷ്യ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം നമുക്കറിയാം കാൽസ്യം ആണ് എന്നറിയാം അല്ലെ. കാൽസ്യം എല്ലായിട്ടും ഉണ്ട്. അപ്പൊ ഇതെന്തായാലും വെട്ടാം. കാൽസ്യം ഉണ്ട്. പിന്നെ ഏതാ? അലോഹം ഏതാ? ഓക്സിജൻ ആണ് കേട്ടോ.
കാൽസ്യവും ഓക്സിജനും. ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ചിട്ടുള്ള അത് ക്വസ്റ്റ്യൻ ഇടയിൽ കയറി വന്നാണ് മക്കളെ, ഇടയിൽ കയറി വന്നിട്ടുണ്ട്. സോറി. അപ്പൊ എന്തായാലും സയൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വേറെ ജിക്കാൻ ഒരു ഇല്ലേ ഒന്ന് മാറട്ടെ അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വന്നിട്ട് 1, 2, 4 ഉണ്ട് കേട്ടോ. ഇതൊന്ന് വായിച്ചു നോക്കിക്കോ. പിന്നെ 47ാമത്തെ ആൻസർ വന്നിട്ട് സി ആണ്. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. കോളേജ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ഇതാ ജീവനിയാണ് കേട്ടോ. ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എന്താ കുറയുന്നു കേട്ടോ. ഭൂമിയുടെ ഉപരിതലത്തിലല്ലേ മക്കളെ ഗുരുത്വാകർഷണം കൂടുതൽ. മേലോട്ട് പോകും തോറും എന്തായിരിക്കും ഗുരുത്വാകർഷണ ബലം കുറയും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15.0 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കസ് ദൂരം പകുതി. അവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ്? മാലൂസ് നിയമമാണ് കേട്ടോ. ഇതില് ഹൂക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ 3ാം ചലന നിയമം, മൂന്നും എന്താണ്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധം ഉള്ളതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ഏതാണ്? സ്പാഡെക്സ് ആണ് അല്ലെ. സ്പെയ്ഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലി. ആരാണ്? ഡി ബ്രോഗ്ലി. അപ്പൊ നേരത്തെ ഞാൻ ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു തരാൻ വിട്ടു. നമ്മൾ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഏത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ നീല എന്ന് പറഞ്ഞു. ഞാൻ അതിൽ വിബ്ജിയോർ എന്ന് എഴുതിയിട്ടും പോയി, എന്നിട്ട് പറഞ്ഞു തരാതെയും പോയി. അപ്പോ ആവൃത്തി ഏറ്റവും കൂടുതലാണ് ഏതിന് വരുന്നത്? വയലറ്റിന് വരുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചോ. വാ. ഓക്കെ, വാ. ആവൃത്തിയിൽ വായില്ലേ, വയലറ്റില് വായില്ലേ, അതിനാണ് എന്ത് കൂടുതൽ? ആവൃത്തി കൂടുതൽ. വയലറ്റിലെ വാ, ആവൃത്തിയില് വാ, രണ്ടിലും വായുണ്ട്, അതിന് ആവൃത്തി കൂടുതലാണ്. തരംഗ ദൈർഘ്യം കൂടുതൽ റെഡിനാണ്. തരംഗദൈർഘ്യം. അപ്പൊ നിങ്ങൾ ഒന്ന് മാത്രം പഠിക്കുക. രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആവൃത്തിയാണോ വയലറ്റ് ആണോ ചുവപ്പാണോ പഠിച്ചു എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പൊ ഒറ്റൊന്ന് പഠിക്കുക. ആവൃത്തി കൂടുതൽ ഏതിനാണ്? വയലറ്റിനാണ്. വാ എന്ന അക്ഷരം വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഇവിടെ തരംഗദൈർഘ്യം എന്തായിരിക്കും? കുറവും ആയിരിക്കും അല്ലെ. തരംഗദൈർഘ്യം ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും, ആവൃത്തി കൂടുന്നത് കൊണ്ട്. അപ്പൊ വയലറ്റിന് ആവൃത്തി കൂടുതലാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ഇൻഡിഗോയ്ക്കും എന്തായി? വിബ്ജിയോർ അല്ലേ. അപ്പൊ ഇതിന് രണ്ടാമതായിരിക്കും ആവൃത്തി. അതിന്റെ തൊട്ട് താഴെയുള്ളത് ഇൻഡിഗോ ആയിരിക്കും. അടുത്തത് ഏതിനായിരിക്കും? ബ്ലൂവിനായിരിക്കും. അടുത്ത് ഗ്രീൻ ആയിരിക്കും. അടുത്തത് യെല്ലോനായിരിക്കും. ഓറഞ്ച് ആയിരിക്കും. റെഡ്. അപ്പൊ ഇതിനെന്താ? ആവൃത്തി ഏറ്റവും കുറവാണ് അല്ലെ. ആവൃത്തി കുറവാണ് റെഡിന്. മക്കളെ ഒന്ന് മാത്രം പഠിച്ചു വെച്ചോ. ആവൃത്തി വാ വരുന്നുണ്ട്, വയലറ്റിന് വാ വരുന്നുണ്ട്. ആവൃത്തി കൂടുതൽ വയലറ്റിനാണ്. ആവൃത്തി കൂടുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? തരംഗദൈർഘ്യം കുറവ് വരും. പഠിച്ചോ. അപ്പോ ആവൃത്തി കൂടുതലാണ്, തരംഗദൈർഘ്യം കുറവാണ് അല്ലെ. തരംഗദൈർഘ്യം കുറവ് ഏതിനാണ്? വയലറ്റിനാണ് അല്ലെ. അപ്പൊ അതിന്റെ തൊട്ട് താഴെ തരംഗദൈർഘ്യം കുറവ് ഏതാണ്? ഇൻഡിഗോയ്ക്കാണ്. അതിന്റെ തൊട്ട് താഴെ ഏത് വരുന്നുണ്ട്? ബ്ലൂ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നീല എന്നുള്ള ആൻസർ എത്തിയത്. കാരണം ഇൻഡിഗോ എന്ന ഓപ്ഷൻ ഇല്ല, വയലറ്റ് എന്ന ഓപ്ഷനും അതിലില്ലായിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് താഴെ വരുന്ന ബിക്കാണ് അവിടെ നീല എന്നുള്ള ഓപ്ഷൻ വന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ ആൻസർ അവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഓക്കെയാണോടാ? അങ്ങനെ നമ്മൾ 2025 സയൻസ്, ഫിസിക്സ്, ഞാൻ ബയോളജി മാത്രം തന്ന്, പിന്നെ ഫിസിക്സ് മാത്രം തന്ന്, പിന്നെ കെമിസ്ട്രി മാത്രം തന്ന്. അങ്ങനെ തരണ്ട. ASM എക്സാം അടുത്തില്ല എന്റെ മക്കൾക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഒറ്റൊന്നായിട്ട് ഇട്ടത്. ഇനി നമ്മൾ സുപ്രധാന നിയമങ്ങളിലിടും. നമ്മൾ എന്ത് ചെയ്തു? ഭരണഘടന കഴിഞ്ഞു. 2025 ഭരണഘടന മുഴുവൻ ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ സയൻസ് വിഭാഗം കഴിഞ്ഞു. ഇനി സുപ്രധാന നിയമങ്ങൾ എല്ലാം എക്സാമിന് മുമ്പ് എത്തിത്തരും കേട്ടോ. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. ഭയങ്കര വ്യൂസ് കുറവാണ്, ഭയങ്കര സങ്കടം. നമ്മൾ ഇത്രയും എന്താ പറയാ, നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലല്ലടാ.
അതൊന്ന് നമ്മൾ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ സപ്പോർട്ട് ഇല്ലാതാകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ 100 ടെൻഷൻ ഇരിക്കുന്നുണ്ടാകും. എങ്കിലും നമ്മളൊക്കെ ചങ്ങാതിമാരാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യുന്നു മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എക്സാമിന് പോകും മുമ്പേ കൂട്ടുകാരെ നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാണ്. 77 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള സിനോണിയംസ് 2021 മുതൽ 25 വരെയുള്ളത് നന്നായിട്ട് നോക്കിയിട്ട് വെക്കോ കേട്ടോ. ആന്റോണിയംസ് ഇട്ട് തന്നിട്ടുണ്ട്. ഇഫ് ക്ലോസ് ഫുൾ പ്രീവിയസ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. ടോപ്പിക് വൈസ് ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് തന്നിട്ടുണ്ട്. ഇഡിയം ഇട്ട് തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ ഇട്ട് തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോ. ഡെയിലി ഒരു ക്ലാസ് വെച്ചിട്ട് അത് കണ്ടിട്ട് എക്സാമിന് വെക്കോ. ഇംഗ്ലീഷിൽ നിന്നുള്ള 10 മാർക്ക് കിട്ടും. മലയാളത്തിൽ നിന്നുള്ള 10 മാർക്ക്. കാരണം 2024 ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതിട്ട് തന്നിട്ടുണ്ട്? ഇംഗ്ലീഷും മലയാളവും മാത്രമായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. എടുത്തിട്ട് തന്നിട്ടുണ്ട്. 2025 കുറച്ചിട്ട് തന്നിട്ടുണ്ട്. 2023 ഇപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷും മലയാളവും 20 മാർക്ക് പഠിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ മക്കളെ, ഞാൻ ഒരിക്കലും നമ്മളൊരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു യൂട്യൂബർ ഒരു പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിലും എന്റെ ക്ലാസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, എക്സാമിന് പോയ ഫുൾ മാർക്ക് കിട്ടില്ല കേട്ടോ. അത് ഉറപ്പായിട്ടും കിട്ടില്ല. മനസ്സിലുണ്ടോ? പക്ഷെ ഞാൻ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കാര്യത്തില് ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ, ധൈര്യമായിട്ട് പറഞ്ഞാണ്. ഇംഗ്ലീഷും മലയാളവും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് വെക്കോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെയാണോ? അതേപോലെ ജനറൽ നോളജ് വിഭാഗത്തിലും ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ട് ഇത് അപ്പൊ ഇങ്ങനെ ചെയ്ത് ഇതൊക്കെ പഠിച്ചിട്ട് വെക്കോ, നന്നായിട്ട് മാർക്ക്. പിന്നെ നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്തിട്ട് വേറെ ക്ലാസ്സുകൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പഠിച്ച ഇതിൽ നിന്ന് നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പഠിക്കുക കേട്ടോ. അല്ലാതെ എല്ലാവരുടെയും കയറി ഇറങ്ങി പോയാൽ നമുക്ക് കയറി ഇറങ്ങാൻ തന്നെ നേരം കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചു മറ്റേ GK ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുഴുവൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വെക്കോ. അതുപോലെ ഇതപ്പോ സയൻസ് ഇട്ട് തന്നിട്ടുണ്ട്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ 2021 ശേഷം നടന്ന 2024 ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കോ. ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾ പഠിച്ച എന്റെ മക്കളെ നിങ്ങൾക്ക് തന്നെ ഗുണം കേട്ടോ. ഞാൻ എന്തായാലും ഞാൻ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം അതിൽ ഒരിക്കലും നഷ്ടം വരില്ല. അതിൽ മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, ഉറപ്പാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഉഷാറായിട്ട് ഇരിക്കുക കേട്ടോ. താങ്ക് യു.